ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പാതിരാത്രി 2 മണിയായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആങ്സൈറ്റി വന്നു. ആരോടെങ്കിലും വിളിച്ച് സംസാരിക്കണം എന്ന് തോന്നി. ഒരു 1000 ഫ്രണ്ട്സ് ചിലപ്പോൾ ഓൺലൈനിൽ കാണും. പക്ഷേ ഡയറക്റ്റ് ഫോൺ എടുത്തൊരു ഫ്രണ്ടിനെ വിളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെ വിളിക്കും? അല്ലെങ്കിൽ എത്ര പേരുണ്ടാവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റുന്നത്? ഇത് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം ജനറേഷൻ ലോൺലിനെസ്സിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ എന്തായാലും ഒരു മെസ്സേജ് വഴി, അതായത് ചാറ്റ് വഴി അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ അറിയിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് സ്ക്രീൻ ടൈം കൂടുകയും റിയൽ ടൈം കുറയുകയും ചെയ്യും. സ്ക്രീൻ ടൈം കൂടുമ്പോൾ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള വിഷയങ്ങൾ ലോൺലിനെസ്സും ആങ്സൈറ്റിയും തന്നെയാണ്. നമുക്ക് ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷൻ നടത്താനൊരു മടി, അതിനൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്നൊരു ലെവലിലോട്ട് മാറി. നിലവിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റീൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു റീല് കൂടിപ്പോയാൽ 60 സെക്കൻഡോ 30 സെക്കൻഡോ കാണും. നമ്മൾ ആ റീലിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്നായിട്ട് കണ്ട് അത്രയും ഷോർട്ട് ടൈം വീഡിയോസിലോട്ട് നമ്മൾ അഡിക്റ്റഡായി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തിനും ഏതിനും ക്ഷമയില്ലാത്തൊരു സാഹചര്യത്തിലോട്ട് പോകും. ഒരു സിനിമ പോലും ഒരു ബ്രേക്ക് എടുക്കാതെ അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണാനുള്ള ക്ഷമയില്ലാത്ത സാഹചര്യത്തിലോട്ട് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം മറക്കരുത്. സ്ക്രീൻ ടൈം കൂടുന്നതിന് മേജർ പങ്ക് വഹിക്കുന്നതും ഈ റീൽ അഡിക്ഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് മാനസികാവസ്ഥയിലോ ആവട്ടെ, അതായത് ഇപ്പം ഡിപ്രഷനോ ആങ്സൈറ്റിയോ എന്ത് തന്നെ ആയാലും നമ്മൾ ആ ഒരു സമയത്തെ സന്തോഷം കിട്ടാൻ വേണ്ടി, മനസ്സിനെ ഒന്ന് ഓക്കെ ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ഈ റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കുക എന്നൊരു ആക്ടിവിറ്റിയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മുടെ മനസ്സിൻ്റെ ചെറിയ വേലിയേറ്റങ്ങൾക്കുള്ള ഏറ്റവും പരിഹാരം എന്ന് പറയുന്നത് റിയൽ ലൈഫ് കോൺവെർസേഷൻസ് ആണ്. ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മെഡിസിൻ. മീൻസ് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നതാവട്ടെ, നമ്മുടെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതാവട്ടെ, ഇഷ്ടമുള്ളവരടുത്ത് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാവട്ടെ, ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ മനസ്സിനെ ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. സ്ക്രീൻ ടൈം കൂടുതലാകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡള്ളായി ഡിപ്രസ്ഡ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. മേ ബി നിങ്ങളത് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെടുത്ത് റിയൽ ടൈം കോൺവെർസേഷൻ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്ക്രീൻ ടൈം ഒരുപാട് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.